ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്ഥലം എവിടെയാണെന്ന് ഊഹിച്ചെന്ന് കമൻറ്റ് ചെയ്യാമോ? ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഇടുക്കി റിസർവോയറാണ്. ഇടുക്കി റിസർവോയർ 3 പ്രൊജക്ട്സാണ്. അതിൽ ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം, ഇങ്ങനെ 3 ഡാം പ്രൊജക്ട്സ് ചേർത്താണ് ഇടുക്കി റിസർവോയർ, അതല്ലെങ്കിൽ ഒരു ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ്. ഈ 3 അണക്കെട്ടുകളും ചേർന്ന് ഒരൊറ്റ വലിയ ജലാശയമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ റിസർവോയറിൻ്റെ ആകാശ ദൃശ്യമാണ് ഇപ്പോൾ നമ്മളിവിടുന്ന് കാണുന്നത്. നമ്മളവിടെ ഒരു ചെറിയ റിസോർട്ട് സ്റ്റേ എടുത്തിരുന്നു. ആ റിസോർട്ടിൽ നിന്നും നിങ്ങൾ കാണുന്ന പോലെ ടോപ്പ് വ്യൂ കാണാൻ പറ്റും ഡാമിൻ്റെ, റിസർവോയറിൻ്റെ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. റിസർവോയറിൻ്റെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അത് DM ചെയ്യാം. ഞാൻ കമൻറ്റിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യുക വേണമെങ്കിൽ. അതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല ഇതിൻ്റെ ഉദ്ദേശം, ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മളവിടെ ജസ്റ്റ് റിസർവോയറിൻ്റെ അടുത്തുള്ള റിസോർട്ട് ആയതുകൊണ്ട് അവിടുത്തെ ക്ലൈമറ്റൊക്കെ കാണിച്ചു തരാണ്. എപ്പോഴും നനഞ്ഞു കുതിർന്ന മേഘങ്ങളുള്ള, മഞ്ഞ് എപ്പോഴും വരുന്നൊരു ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഹൈറ്റൊക്കെ കുറച്ച്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു 700 അടി മുതൽ 1000 അടിക്കുള്ളിലാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു 800 to 1000 അടിക്കകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം. എന്നിരുന്നാൽ പോലും റിസർവോയർ എന്ന വലിയ ജലാശയം, അതിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് എപ്പോഴും ഉയർന്നു പൊങ്ങുന്നു. അത് മലകളിൽ തട്ടി അങ്ങനെ നനഞ്ഞു കുതിരും. ഈവനിങ്ങിലും രാവിലെ പ്രത്യേകിച്ചും വെയിലുള്ള സണ്ണി ആയിട്ടുള്ള സമയങ്ങളാണ് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുമേ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ളതല്ല, നമ്മുടെ ഇടുക്കി റിസർവോയറിൽ വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആർച്ച് ഡാം. ആ സിൽവർ കളേർഡ് ആയിട്ടുള്ളത്, ആ കാണുന്ന മലയെ നീളത്തിലുള്ള ആ മലയെ ചുറ്റിയാണ് ഡാം കിടക്കുന്നത്. ഇപ്പോൾ വെള്ളം അപ്രോക്സിമേറ്റ്ലി 30% ഇത് എടുത്തത് ജൂലൈ അവസാനമാണ്, ഓഗസ്റ്റ് ആദ്യത്തിന് മുമ്പ്, ജൂലൈ 30th പ്രിസൈസ്ലി. പക്ഷേ എന്നാലും വെള്ളം കുറവായിരുന്നു, ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ട്. പക്ഷെ നമ്മൾ എത്തിയ ദിവസത്തിൻ്റെ 2 ദിവസം മുൻപ് മുതൽ നല്ല മഴയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാം, നിറയെ മഴയുണ്ടായി. അപ്പോൾ ആ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നതാണ് ചെറുതോണി ഡാം. അപ്പോൾ നമുക്ക് കുളമാവ് ഡാം എവിടെയെന്ന് ആലോചന വരും. കുളമാവ് ഡാം ഇവിടെ നോക്കിയാൽ കാണില്ല. അതൊരു 5 കിലോമീറ്ററോളം പുറകിലോട്ട് സഞ്ചരിച്ച് കുറച്ച് താഴ്ന്ന ഏരിയയിലാണ് കുളമാവ് ഡാം കാണുന്നതെന്നാണ് അറിഞ്ഞത്. എന്നാൽ നമ്മളവിടെ വിസിറ്റ് ചെയ്തില്ല, നല്ല മഴയായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അവിടെ പ്രളയസമാനമായ സാഹചര്യം പല സ്ഥലത്തുണ്ടായിരുന്നു. നമ്മളൊരു റിസ്ക് എടുത്ത് അവിടെ പോയില്ല. ഇനി ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട 2 മലകൾ, കുറവൻകുറുത്തി മലകൾ, അതിനെ കുറവൻകുറുത്തി എന്ന പേരുള്ള ആദിവാസി നേതാക്കളാണ് തിരുവിതാംകൂർ രാജാവിന് ഈ സ്ഥലം കാണിച്ചു കൊടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ആ പേര് ആ മലകൾ കിട്ടു. അവർ 2 പ്രതിമയും രാമക്കൽമേട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇടുക്കി ഡാമിൻ്റെ 2 സൈഡിലും ഉള്ള മലകൾ ഗ്രാനൈറ്റ് മലകളാണ്. അപ്പോൾ ഗ്രാനൈറ്റ് മലകൾക്കിടയിൽ ശക്തമായ ഗ്രാനൈറ്റാണ് അവിടെ. അപ്പോൾ അതിനിടയിലുള്ള ചെറിയ വിടവിലാണ് ഈ ഡാം ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനടുത്ത് തന്നെ നമുക്ക് കുറച്ച് വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്നുള്ള വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. ഹിൽ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അവിടെ നിന്നൊക്കെ നമുക്ക് നന്നായി ഡാം സൈറ്റ് കിട്ടും. അതുപോലെ അഞ്ചുരുളി ടണലുണ്ട്, കാൽവരി മൗണ്ടൻ എന്നൊരു പീക്കുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ബാച്ചിലേഴ്സായി പോവുകയാണെങ്കിലും ചെയ്യാം. അതുപോലെ ഇടുക്കി ഡാമിൻ്റെ അകത്ത് തന്നെ റിസർവോയറിനകത്ത് നമുക്കൊരു ബോട്ടിംഗ് ഉണ്ട്. ആ ദിവസം നമുക്ക് ബോട്ടിംഗ് ഇല്ലായിരുന്നു, കാരണം റെഡ് അലേർട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഹിൽ വ്യൂ പാർക്കിൽ നിന്നുള്ള വിഷ്വൽസാണ്. നമ്മളവിടെ ജസ്റ്റ് കുട്ടികളായിട്ട് കളിക്കാൻ പോയാണ്. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം, അല്ലെങ്കിൽ 200 to 250 കിലോമീറ്ററിനകത്ത് നിങ്ങളുടെ വീടിനനുസരിച്ച് അല്ലെങ്കിൽ സ്ഥലം അനുസരിച്ച് വ്യത്യാസങ്ങൾ, യാത്രാ സമയം വേണം. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം മതി. ഒരു 150 കിലോമീറ്ററിനകത്തേ വരുള്ളൂ. കോഴിക്കോട് നിന്നും വീണ്ടും ഒരു 250 കിലോമീറ്റർ അടുത്ത് ദൂരം തന്നെ വരും. പാലക്കാട് നിന്ന് വരുവാണെങ്കിൽ കുറച്ചുകൂടി അടുത്താണ്, 150 കിലോമീറ്റർ അടുത്തേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്ഥലം ഏകദേശം നമ്മൾ വരുന്നതനുസരിച്ച് ഇത്രയും സമയവും ദൂരമാണ് ഇവിടേക്ക് ഉള്ളത്. തിരുവനന്തപുരത്താണെങ്കിൽ ഒരു 6-7 മണിക്കൂർ, കൊച്ചിയിൽ നിന്നാണെങ്കിൽ ഒരു 4-5 മണിക്കൂറിനകത്ത് 4 മണിക്കൂർ മതിയായിരിക്കും. കോഴിക്കോട് നിന്ന് ഒരു 7 മണിക്കൂർ അധികം വരും. പാലക്കാട് നിന്നാണെങ്കിൽ 5 മണിക്കൂർ ദൂരം വരും. അത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇവിടെയൊക്കെ താമസിക്കുന്ന നല്ല സ്ഥലങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചെറിയ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്ന ഇടുക്കി ആർച്ച് ഡാം, അത് സിൽവർ കളറിലാണ് കാണുന്നത്. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഷട്ടറില്ല, തുറക്കാനായിട്ട് ഷട്ടറുകളില്ല. ചെറുതോണി ഡാമിന് മാത്രമാണ് ഷട്ടറുള്ളത്. അപ്പം ഇടതുവശത്താണ് ചെറുതോണി ഡാമുള്ളത്. ഇവിടെ നിന്നൊരു വൈശാലി സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. വൈശാലി സിനിമ ഷൂട്ട് ചെയ്തൊരു കേവ് ഉണ്ട്, അവിടെ കാണാൻ പറ്റും. വൈശാലി കേവ് എന്ന് പറഞ്ഞിട്ട്